നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രാവണന്റെ അമാത്യന്മാരും സേനാനായകന്മാരുമായ മാരീചൻ, പ്രഹസ്തൻ, മഹാപാർശ്വൻ, മഹോദരൻ, അകമ്പനൻ, നികുംഭൻ, ശൂകൻ, സാരണൻ, സംഹ്രാതൻ, ധൂമകേതു, മഹാദംഷ്ട്രൻ, കടോദരൻ, ജംബുമാലി, മഹാഹ്രദൻ, വിരൂപാക്ഷൻ, സുപ്തഘ്നൻ, യജ്ഞഗോപൻ, ദുർമുഖൻ, ദൂഷണൻ, കരൻ, ഋഷിരസ്, കരവീരാക്ഷൻ, സൂര്യശത്രു, മഹാകായൻ, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ തുടങ്ങിയ പ്രമുഖ ദാനവന്മാരാൽ ആവൃതനും മഹാശക്തനും വീര്യവാനും ദശാനന ഗുരുവുമായ സുമാലി പടയ്ക്ക് ഉരുമ്പിട്ട് മുന്നോട്ടണഞ്ഞു. കാർമേഘങ്ങളെ കൊടുങ്കാറ്റെന്ന പോലെ നിശിതങ്ങളായ ആയുധങ്ങളെ കൊണ്ട് അമര സൈന്യങ്ങളെ നശിപ്പിച്ചു. ഹേ രഘുരാമ, ആ അമരപ്രമുഖന്മാർ നിഗ്രഹിക്കുന്ന വാനോർ പട ചിന്നിച്ചിതറി. സിംഹങ്ങളാൽ ഓടിക്കപ്പെട്ട മൃഗസമൂഹം പോലെയായി ദേവസൈന്യം. വസുക്കളിൽ എട്ടാമതായ സാവിത്രൻ എന്നു പേരായ ശൂരൻ സ്വസൈന്യങ്ങളുടെ ക്ഷീണം കണ്ടു. അത്യുഗ്രവീര്യരായ ത്വഷ്ടാവ്, പൂഷാവ് എന്നീ ആദിത്യന്മാരോടുകൂടി നിർഭയമായി അസുരന്മാരെ എതിർത്തു കയറി. കീർത്തിയെ രക്ഷിക്കുന്നവരും പോരിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്തവരുമായ ആ അരക്കർ ചൊടിച്ചടുക്കുന്ന ദേവന്മാരെ 100,000 എന്നീ കണക്കിൽ നിഗ്രഹിച്ചൊടുക്കി. ഘോരാഘോരങ്ങളായ ആയുധങ്ങളും അസ്ത്രങ്ങളും ഇരുഭാഗത്തു നിന്നും ഒരുപോലെ വർഷിച്ചു തുടങ്ങി. സുരാസുര സൈന്യങ്ങളിൽ അനേകം പേർ അന്ധകാലയത്തിലെത്തി. ഹേ രാമ, സുമാലി കോപാകുലനായി അനേക തരത്തിലുള്ള നിശിതായുധങ്ങളോടെ ആ നിശാചരൻ ത്രിദശ സൈന്യത്തെ പാഞ്ഞേറ്റു. ഉഗ്രങ്ങളായ ശൂലങ്ങളും വലിയ ബാണങ്ങളും മഴയെപ്പോലെ പൊഴിച്ചു. കാറ്റ് കാറിനെ എന്ന പോലെ സുമാലി വാനോർ പടയെ തുരത്തി. നക്തഞ്ചരന്റെ നേരിട്ട് നിൽക്കുവാൻ പരിക്കേറ്റ വിണ്ണവർക്ക് സാധിക്കാതെയായി. എട്ടാമത്തെ വസുവായ സാവിത്രൻ രോഷാന്ധനായി. രഥത്തെ സുമാലിയുടെ നേരിട്ട് തിരിച്ചു. ദേവസൈന്യം ധീരതയോടെ അനുഗമിച്ചു. രോമാഞ്ചജനകമായിരുന്നു ആ അടർ. നക്തഞ്ചരേന്ദ്രനായ സുമാലിയും വസുപ്രമുഖനായ സാവിത്രനും പോരിൽ പിന്മാറാത്തവരും മഹാപരാക്രമികളുമാണ്. വിശിഷ്ടങ്ങളായ വിശികങ്ങൾ സുമാലിയുടെ നേരിട്ട് പൊഴിഞ്ഞു. ഉരക തുല്യമായ രഥം പൊളിഞ്ഞു. അഗ്രം ചലിക്കുന്നതും യമദണ്ഡിന് തുല്യവുമായൊരു ഗദയുമെടുത്ത് സാവിത്രൻ സുമാലിയുടെ ശിരസിൽ വീഴ്ത്തി. ഇന്ദ്രവജ്രം മാമലയിൽ എന്ന പോലെ കൊള്ളിമീൻ തുല്യമായ ഗദ പതിച്ചപ്പോൾ സുമാലിയുടെ ശിരസോ അസ്ഥികളോ മാംസശകലം പോലുമോ യുദ്ധക്കളത്തിൽ കാണാനില്ലാതെയായി. എല്ലാം ഭസ്മമായി തീർന്നു. അസുരന്മാർ ആർത്തു നിലവിളിച്ച് 4 പുറത്തേക്കും ഓടിത്തുടങ്ങി. വസുവിൻ്റെ ഉഗ്രശരങ്ങൾ ശത്രുക്കളെ യുദ്ധക്കളത്തിൽ നിലകൊള്ളിക്കാതെയായി. സാവിത്രൻ എന്ന വസു സുമാലിയെ വധിച്ചതും വാനോർ സൈന്യം വലച്ച സ്വസൈന്യങ്ങൾ പാഞ്ഞതും കണ്ട മേഘനാഥൻ ചൊടിച്ച് മുന്നോട്ട് വന്നു. മഹാശക്തനായ രാവണി കാമാഘമായ മികച്ച രഥത്തിലേറി മഹാരണ്യത്തിലേക്ക് അഗ്നി എന്ന പോലെ അരിസൈന്യ സമീപമെത്തി. നാനാ ശസ്ത്രാസ്ത്രങ്ങളോടെ വന്ന രാക്ഷസപുത്രനെ കണ്ടപ്പോഴേക്കും ദേവകൾ നാനാദിക്കിലേക്കും മണ്ടിത്തുടങ്ങി. അവൻ്റെ നേരിട്ട് ആരും തന്നെ നിൽക്കാതെയായി. അമ്പേറ്റ് അവശ്യരായ ദേവന്മാരോട് ഇന്ദ്രൻ പറഞ്ഞു: ദേവന്മാരെ, ഭയപ്പെടേണ്ട, പിന്മടങ്ങരുത്, എല്ലാവരും തിരിച്ചു വരുവൻ. യുദ്ധത്തിൽ പരാജിതനാകാത്ത ജയന്തൻ എൻ്റെ മകൻ നിങ്ങളെ നയിക്കും. അത്ഭുതാകാരമെന്ന ഉത്തമരഥത്തിൽ അമരേന്ദ്രപുത്രൻ കയറി. ശചീതനയനെ സുരസൈന്യം ചുഴന്നു. രാവണാത്മജനും ഇന്ദ്രാത്മജനും നേരിട്ടു. ദേവരാക്ഷസന്മാർക്കനുസരിച്ച് യുദ്ധം തുടങ്ങി. ഇന്ദ്രസാരഥിയായ മാധലയുടെ പുത്രൻ ഗോമുഖനാണ് ജയന്തന്റെ തേരാളി. പൊന്നണി സായകങ്ങൾ അസുരസൂനു ഗോമുഖനിൽ വർഷിച്ചു. അല്പവും കുറയാതെ തന്നെ ജയന്തനും രാവണിയും സൂതനും ശരജാലങ്ങളാൽ മൂടി. മേഘനാഥൻ ചൊടിച്ചു. കണ്ണുകൾ ചെന്തിയിൻ നിറമാർന്നു. വാനോർക്കോന്റെ മകനിൽ കഴിഞ്ഞ വർഷം പോലെ ശരങ്ങൾ പൊഴിഞ്ഞു. നിശിതങ്ങളായ ബാണങ്ങളും ആയുധങ്ങളും ദേവസൈന്യത്തിലേക്ക് പാഞ്ഞു. ശതഗ്നികൾ, മുസലങ്ങൾ, കുന്തങ്ങൾ, ഗദകൾ, ഖഡ്ഗങ്ങൾ, വെൺമഴുക്കൾ, മാമല കൊടുമുടികൾ എന്നിവയെ 1000 ലങ്കേശ്വര സൂനു അയച്ചത്. മേഘനാഥൻ ഇങ്ങനെ മാറ്റാരെ വധിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോകമാകെ അന്ധകാരത്തിൽ ആണ്ടതുപോലെയായി. എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദന അനുഭവപ്പെട്ടു. ശചീപുത്രനായ ജയന്തന്റെ ചുറ്റും നിൽക്കുന്ന ദേവബലം പലതരത്തിലുള്ള ശരജാലങ്ങളാൽ വിഷമത്തിലായി. ആ യുദ്ധത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി അരക്കന്മാരെയും ദേവന്മാരെയും വേർതിരിച്ച് മനസ്സിലായില്ല. പടയിൽ നിന്ന് പിന്മടങ്ങുന്ന വാനോരെ വാനോരും രാക്ഷസന്മാരെ രാക്ഷസന്മാരും വധിച്ചു. മൂടിപ്പിടിച്ച ഇരുട്ടിൽ നിന്ന് ചിലർ എങ്ങനെയോ രക്ഷപ്പെട്ടോടി. ആ സന്ദർഭത്തിൽ അന്തം വിട്ടു തുടങ്ങിയ വീരനായ ജയന്തനെ
മഹാപരാക്രമിയായ ദൈത്യവരൻ പുലോമാവ് എഴുത്ത് സമുദ്രത്തിലാണ്ടു. ശചീപിതാവായ പുലോമാവ് ദൗഹിത്രനെ രണക്കളത്തിൽ നിന്ന് മാറ്റിയപ്പോൾ നേതാവില്ലാത്ത ദേവസൈന്യം മനസ്സിടിഞ്ഞ് നാനാവഴിക്കും വേദന കൊണ്ട് ഓടിത്തുടങ്ങി. രാവണാത്മജനാകട്ടെ രോക്ഷം കൊണ്ട് അത്യുഗ്രനായി. സ്വസൈന്യങ്ങളാൽ ആവൃതനായ ദൈത്യപുത്രൻ സുരമധ്യത്തിൽ കയറി അതികഠിനമായ ശബ്ദത്തിൽ അലറി. മകനെ പെട്ടെന്ന് കാണാതാവുകയും വാനോർ പട ഉടനെ പിന്തിരിയുന്നത് കാണുകയും ചെയ്ത ദേവേന്ദ്രൻ മാതലിയോട് അതിവേഗത്തിൽ തേരുകൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചു. സർവ്വവിധത്തിലുമുള്ള ഉപകരണങ്ങളാൽ നിറയപ്പെട്ടതും അതിഭീഷണവുമായ ദിവ്യരഥത്തെ അതിവേഗം തെളിച്ചുകൊണ്ട് ഉത്തരക്ഷണത്തിൽ മാതലി വന്നുചേർന്നു. ഇടിമിന്നലുകളോട് ഇടചേർന്ന വൻകാറുകൾ രഥപുരോഭാഗത്തിൽ ഇടിനാദങ്ങൾ അത്യുച്ചത്തിൽ ഉയർത്തിക്കൊണ്ട് കാറ്റിൽ ഉലഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായി. ഗന്ധർവന്മാർ ഒത്തുചേർന്ന് പലവിധ വാദ്യങ്ങൾ മുഴക്കി. അപ്സര സ്ത്രീകൾ നൃത്തമാടി. അണ്ടർകോൻ രഥത്തിൽ ഏറിയപ്പോഴേക്കും ത്രിലോക ചക്രവർത്തിക്കനുസരിച്ച പ്രൗഢികൾ ഒന്നിച്ചു കണ്ടു. ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, മരുത്തുകൾ, സാധ്യന്മാർ എന്നീ അമേയ ബലവാന്മാർ നാനാതരത്തിലുള്ള ശാസ്ത്രാസ്ത്രങ്ങളുമെടുത്ത് ശചീപതിയെ അനുഗമിച്ചു. കാറ്റ് ഉഗ്രമായി വീശി. ആദിത്യൻ നിഷ്പ്രഭനായി. വലിയ വലിയ കൊള്ളിമീനുകൾ അന്തരീക്ഷത്തിൽ ചാട്ടുവാൻ തുടങ്ങി. ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.